ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടീച്ചർ ലേൺ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DL 2025 ബന്ധപ്പെട്ട അപേക്ഷ നിങ്ങളെല്ലാവരും സമർപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് DL അപേക്ഷ അയച്ചതിന് ശേഷമുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയാണ്. അതായത് എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇൻ്റർവ്യൂ നടക്കുക, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക, അതേപോലെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുന്നത്, അത് സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഏത് ഘട്ടത്തിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതേപോലെ നമ്മൾ അയച്ച അപേക്ഷ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അപേക്ഷ തള്ളാറുള്ളത്, അതേപോലെ 2 വർഷത്തേക്കുള്ള ഗവൺമെൻറ് കോളേജുകളുടെ ഫീസ്, സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ഫീസ്, എയ്ഡ് കോളേജുകളുടെ ഫീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും DLEഡുമായിട്ട് ബന്ധപ്പെട്ട ഇനി നടക്കാൻ പോകുന്ന പ്രൊസീജിയേഴ്സിനെ പറ്റിയുള്ള കൃത്യമായ ഒരു വിവരണമാണ് ഈ ഒരു വീഡിയോയിനകത്തൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. DLEഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാനും അതേപോലെ മറ്റ് വിദ്യാഭ്യാസ സംബന്ധമായ വിവരങ്ങളും കേട്ടിട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇരിക്കുക. DLEഡുമായിട്ട് ബന്ധപ്പെട്ട് 3 അല്ലെങ്കിൽ 4 അപേക്ഷകളാണ് അയച്ചിട്ടുണ്ടാവാം. ഒന്ന് DLEഡിൻ്റെ ഗവൺമെൻറ് എയ്ഡഡ് കോട്ടയിലേക്ക്, ഒന്ന് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സെൽഫ് ഫിനാൻസ് കോട്ട, ഒന്ന് എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിലേക്കുള്ള അപേക്ഷ, മറ്റൊന്ന് ഇതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലേക്കുള്ള മാനേജ്മെൻറ്റ് സീറ്റ്. ഇത്രയും സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് നിങ്ങൾ ഓൾറെഡി സമർപ്പിച്ചിട്ടുണ്ടാവാം. ലാംഗ്വേജ് DLEഡുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് അപേക്ഷ അയച്ച ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും. അവർ ഈ ഒരു വീഡിയോ കാണേണ്ടതില്ല. അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാം. DLEഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപേക്ഷ അയക്കുന്നത് നമ്മൾ ഏത് ജില്ലയിലേക്കാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ജില്ലയുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്കാണ്. അത് നമ്മൾ പോസ്റ്റൽ വഴിയായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഓൾറെഡി എത്തിച്ച് നൽകിയിട്ടുണ്ടാവും. ഈ ഒരു അപേക്ഷ നമ്മൾ TDE ഓഫീസിലേക്ക് എത്തിച്ചതിന് ശേഷം അവരെന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് ആദ്യം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അതിനുശേഷം എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് അതേപോലെ മറ്റു കാര്യങ്ങൾ ഇന്നലെ നമുക്ക് ചർച്ച ചെയ്യാം. DDE ഓഫീസിലെത്തുന്ന അപേക്ഷകൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ സെൽഫ് ഫിനാൻസ് എയ്ഡഡ് മൈനോറിറ്റി എന്നിങ്ങനെ തരംതിരിച്ച് മാറ്റിവെക്കും. ഓരോന്നിനും ഓരോ സെക്ഷനായിട്ടവ മാറ്റിവെക്കും. അതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപേക്ഷ അയക്കുന്ന സമയത്ത് അപേക്ഷ കവറിന് പുറത്ത് കൃത്യമായിട്ട് ഗവൺമെൻറ് ആണോ സെൽഫാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞത്. കാരണം ഒരുപാട് അപേക്ഷകൾ വരുന്നതാണ്. ഓരോ ജില്ലയിലും 5000-ഓളം അപേക്ഷകൾ വരാറുണ്ട്. ഓരോ അപേക്ഷയും ഇതേപോലെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പുറത്ത് എഴുതുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് എന്ന് എഴുതുന്നത് പെട്ടെന്ന് അപേക്ഷ ഗവൺമെൻറ് ആണ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് അപേക്ഷയാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മാറ്റിവെച്ച അപേക്ഷകളിൽ നിന്നും നിങ്ങളുടെ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. നിങ്ങളുടെ പേര്, മേൽവിലാസം, കാസ്റ്റ്, റിസർവേഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, EWS ആണെങ്കിൽ EWS, NCC, NSS, സ്കൗട്ട്, ഗൈഡ് തുടങ്ങിയവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, സൈനിക സേവനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയവയെല്ലാം അവർ കമ്പ്യൂട്ടറിലേക്ക് രേഖപ്പെടുത്തുന്നു. അത് കൃത്യവും വ്യക്തമായിട്ട് അവർ കമ്പ്യൂട്ടറിലേക്ക് രേഖപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ആ വിവരങ്ങൾ അവർ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കും. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ അല്ലാത്ത അപേക്ഷകൾ അവർ തള്ളുകയും അതിന് കൃത്യമായ കാരണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പട്ടികപ്പെടുത്തുന്നതിൻ്റെ ഒരു കോളമായിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഈ അപേക്ഷ തള്ളിയത് എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വയ്ക്കുന്നു. ഇത് കുറച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം 2500 മുതൽ 5000 വരെ അപേക്ഷകൾ വരുന്നതിൽ നിന്നുമാണ് ഓരോ അപേക്ഷകളും ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യേണ്ടി വരുന്നത് കുറച്ച് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് ആ ഒരു കാലതാമസമാണ് ഈ ഒരു കോഴ്സിന് മെയിനായിട്ടും വരുന്നത്. അതിനുശേഷം വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര്, +2 സബ്ജക്റ്റ്, മാർക്ക് പെർസെൻറ്റേജ്, NSS, NCC, സ്കൗട്ട് തുടങ്ങിയവ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു അപ്ലിക്കൻ്റ് ലിസ്റ്റ് DDE ഓഫീസിൽ നിന്നും പുറത്തു വിടുന്നു. അതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ടാവും. അങ്ങനെ ഒരു അപ്ലിക്കൻ്റ് ലിസ്റ്റ് ആദ്യം ഘട്ടം എന്നുള്ള രീതിയിൽ DDE ഓഫീസിൽ നിന്ന് അവർ പുറത്തു വിടും. അങ്ങനെ വരുന്ന അപ്ലിക്കൻ്റ് ലിസ്റ്റിനകത്ത് നമ്മുടെ പേര്, വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ചില സമയത്ത് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. കാരണം ഇത് മാനുവലി ആണ് കമ്പ്യൂട്ടറിലേക്ക് അടിച്ചു കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ
ചില തെറ്റുകൾ എല്ലാ വർഷവും സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇങ്ങനെ പുറത്തുവിടുന്ന അപ്ലിക്കൻ ലിസ്റ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം അവർ തരും. അതിന് കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. അതിനകത്ത് ഒരു അപേക്ഷാ ഫോം അവരുടെ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്യും. ആ അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ പൂരിപ്പിച്ച് മെയിലായിട്ട് അയക്കുകയാണ് ചെയ്യുക. എന്താണ് നമ്മുടെ കംപ്ലയിൻറ്റ് അത് കൃത്യമായിട്ട് ആ ഒരു ഫോമിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ മെയിലായിട്ട് അയച്ചാൽ മതിയോ. മെയിൽ അയച്ചാൽ തന്നെ അവർ തിരുത്താറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള തിരുത്തലുകൾ വരുത്തിയതിന് ശേഷം വീണ്ടും ഒരു അപ്ലിക്കൻ ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കുന്ന രീതിയില്ല. കൃത്യമായിട്ട് അവർ ആ തെറ്റ് തിരുത്തുകയാണ് ചെയ്യാറ്. അത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ആ തിരുത്തലുകൾ കൃത്യമായിട്ട് നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളും അപ്ലിക്കൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറില്ല. അപ്പം നമ്മുടെ അപേക്ഷ അവിടെ എത്തിയോ അല്ലെങ്കിൽ അപേക്ഷയിൽ തെറ്റുണ്ടോ, നമ്മുടെ അപേക്ഷ തള്ളിയോ എന്നുള്ളത് മനസ്സിലാക്കാൻ ചില ജില്ലകളിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൃത്യമായി തിരുത്തലുകൾ വരുത്തിയ അപ്ലിക്കൻ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആ ജില്ലയിലെ തന്നെ, നിങ്ങൾ അപേക്ഷ കൊടുത്ത ജില്ല ഏതാണോ ആ ജില്ലയിലെ തന്നെ PSC ഓഫീസിലേക്ക് കൈമാറുന്നു. ജില്ലാ PSC ഓഫീസിലേക്ക് കൈമാറുന്നു. പിന്നീടുള്ള നടപടികളൊക്കെ ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും അതേപോലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, റൊട്ടേഷൻ പ്രകാരം റിസർവേഷൻ പ്രകാരം റൊട്ടേഷൻ ചെയ്യുന്നതൊക്കെ PSC ആണ്. കാരണം PSC ആണ് അതിൻ്റെ റിസർവേഷൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ടാണ് PSCക്ക് DD ഓഫീസിൽ നിന്ന് ഈ ഒരു അപ്ലിക്കൻ ലിസ്റ്റ് കൈമാറുന്നത്. പിന്നീട് PSC ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ബാക്കിയുള്ളത്. PSC ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം വീണ്ടും PSC ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് കൈമാറും. ഇങ്ങനെ നൽകുന്ന റാങ്ക് ലിസ്റ്റിലെ തിരുത്തലുകൾ വരുത്താൻ DD ഓഫീസിന് അധികാരമില്ല. അത് കൃത്യമായിട്ട് എല്ലാ റിസർവേഷനും പാലിച്ച ഒരു അപ്ലിക്കൻ ലിസ്റ്റ് ആയിരിക്കും PSC DD ഓഫീസിലേക്ക് കൈമാറുന്നത്. ആ ഒരു റാങ്ക് ലിസ്റ്റാണ് DD ഓഫീസിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഒന്നുകില്ലെങ്കിൽ ഓരോ ജില്ലയിലെയും വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ DDE ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലോ ആണ് പബ്ലിഷ് ചെയ്യുക. കൃത്യമായി ശ്രദ്ധിക്കുക. ഒന്നുകില്ലെങ്കിൽ DD ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോ ആണ് ഈ PSCയിൽ നിന്ന് കിട്ടിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജില്ലകൾക്കും വെബ്സൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർ നോട്ടീസ് ബോർഡിലാണ് പബ്ലിഷ് ചെയ്യുക. വെബ്സൈറ്റ് ഇല്ലാത്ത ജില്ലകൾ അവരുടെ നോട്ടീസ് ബോർഡിലാണ് പബ്ലിഷ് ചെയ്യുക. അപ്പം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവ DD ഓഫീസിൽ പോയി അതിൻ്റെ അവിടുത്തെ നോട്ടീസ് ബോർഡ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും നമ്മൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിനകത്ത് ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ടാവും, ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടാവും, ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. ചില ജില്ലകളിൽ ഒരു മെയിൻ ലിസ്റ്റും 2 വെയിറ്റിംഗ് ലിസ്റ്റും ആണ് ഉണ്ടാവുക. അത് ഓരോ ജില്ലയിലും വ്യത്യാസമാണ്. ചില ജില്ലകളിൽ ഒരു മെയിൻ ലിസ്റ്റ്, ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ്, ഒരു വെയിറ്റിംഗ് ലിസ്റ്റ്. ചില ജില്ലകളിൽ ഒരു മെയിൻ ലിസ്റ്റും 2 അല്ലെങ്കിൽ 3 വെയിറ്റിംഗ് ലിസ്റ്റും ആണ് ഉണ്ടാവുക. ഇങ്ങനെ വരുന്ന റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടും. അത് ഗവൺമെൻറ് മെയിൻ ലിസ്റ്റിൽ വന്നാലും സെൽഫ് ഫിനാൻസിനകത്ത് മെയിൻ ലിസ്റ്റിൽ വന്നാലും അവർക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടിയിരിക്കും. പിന്നെ അതിനകത്ത് വരുന്നതാണ് വെയിറ്റിംഗ് ലിസ്റ്റ്, അതേപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ്. ഈ വെയിറ്റിംഗ് ലിസ്റ്റിലും അതേപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ വരാതിരിക്കണം. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കുട്ടികളും വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലോ ഉള്ള ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ ലഭിക്കുന്നതല്ല. പക്ഷേ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും ഗവൺമെൻറ്റിലാണെങ്കിലും സെൽഫ് ഫിനാൻസിലാണെങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്കും അഡ്മിഷൻ കിട്ടാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല, കുറച്ച് പേർക്ക് അഡ്മിഷൻ കിട്ടാറുണ്ട്. ഇതിനുള്ളൊരു സംശയമാണ് എന്തിനാണ് വെയിറ്റിംഗ് ലിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് വെയിറ്റിംഗ് ലിസ്റ്റ്, എന്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റ്, ഇതിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികളെ മെയിൻ ലിസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഈ വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് ഉണ്ടാകുന്നത് മാർക്ക് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളാണ്. റിസർവേഷൻ്റെ ബേസിലല്ലാതെ മാർക്ക് അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ ഓപ്പൺ കാറ്റഗറി എന്നൊക്കെ പറയുന്ന രീതിയിൽ കിട്ടുന്ന കുട്ടികളാണ് വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് ഉണ്ടാവുക. അതുകൂടാതെ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും 2, 3 അല്ലെങ്കിൽ 4 തരത്തിലുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ OBC കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അതേപോലെ EWS കാറ്റഗറിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. അതേപോലെ SC ST കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. അതേപോലെ മിലിറ്ററി റിസർവേഷൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു സെപ്പറേറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. ഭിന്നശേഷിക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും.
ഈ വെയിറ്റിംഗ് ലിസ്റ്റ് എന്തിനാ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ മെയിൻ ലിസ്റ്റിൽ വന്ന കുട്ടി വന്നില്ലെങ്കിൽ അതിന് പകരം കുട്ടികളെ എടുക്കുക ഈ ഒരു പ്രത്യേകതരമായിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ആയിരിക്കും. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് എത്ര കുട്ടികളെ എടുക്കും എന്നുള്ളത് നമുക്കൊരിക്കലും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. മെയിൻ ലിസ്റ്റിൽ നിന്ന് കുട്ടികൾ വന്നില്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കുട്ടികളെ എടുക്കുക. ഗവൺമെൻറ് റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട ആളുകൾ തന്നെ സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റിനകത്തും വരുന്നത് കൊണ്ട് കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ ഒഴിവുകൾ എന്തുണ്ടാവും സെൽഫ് ഫിനാൻസിനകത്താണ് ഉണ്ടാവുക. അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളും അധികമാണ്. അതുകൊണ്ട് കൂടുതൽ കിട്ടാൻ സാധ്യത സെൽഫ് ഫിനാൻസാണ്. ഗവൺമെൻറ് കോളേജുകൾ കുറവാണ്. അതേപോലെ ഓരോ കോളേജിലുള്ള സീറ്റുകളുടെ എണ്ണവും കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കിട്ടാൻ സാധ്യത സെൽഫ് ഫിനാൻസ് ആയിരിക്കും. ഇനി പറയുന്നത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം നമ്മുടെ പേര് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നമ്മൾ അപേക്ഷയോടെ കൂടെ വെച്ച എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മുടെ ഇൻ്റർവ്യൂ സമയത്ത് നിർബന്ധമായിട്ടും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അഡ്മിഷൻ തന്നെ ഇല്ലാതാവുന്നൊരു സ്ഥിതി വരും. നമ്മുടെ അഡ്മിഷൻ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് NCL സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ട് EWS കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, NSS, NCC, സ്കൗട്ട് തുടങ്ങിയവരുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ അപേക്ഷയിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ അപേക്ഷയുടെ മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ കൃത്യമായി കരുതി വയ്ക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇത്രയും സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ ഒറിജിനലും നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടാവണം. മറ്റെന്തെങ്കിലും ഉണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ അപേക്ഷയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഒറിജിനൽ നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 വർഷമാണ്. അത് കഴിഞ്ഞവരുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞവരുണ്ടെങ്കിൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങണം. അത് നമ്മുടെ അഡ്മിഷൻ സമയത്ത് നിർബന്ധമാണ്. അഥവാ നിങ്ങളുടെ കയ്യിലുള്ള കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 വർഷം കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കോൺടാക്ട് സർട്ടിഫിക്കറ്റ് തന്നെ മതിയാകും. ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോണസ് മാർക്ക് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവ്, അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി വരും. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, NSS ഉണ്ടെങ്കിൽ NSSൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, NCC ഉണ്ടെങ്കിൽ NCCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, രാജ്യ പുരസ്കാരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരം ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, PWD ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ നമ്മൾ എന്തൊക്കെ നമ്മുടെ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഇൻ കേസ് അത് നമുക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ബോണസ് പോയിന്റ് നഷ്ടപ്പെടും. ചിലപ്പോൾ ആ ബോണസ് പോയിന്റ് നഷ്ടപ്പെടുന്നതോടുകൂടി ചിലപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ തന്നെ പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ അപേക്ഷയുടെ കൂടെ വെച്ചിട്ടുള്ളത്, കോപ്പി വെച്ചിട്ടുള്ളത്, അതിൻ്റെയൊക്കെ കൃത്യമായ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ കരുതണം. ഇനി നമ്മൾ പറയുന്നത് ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ്. ഇൻ്റർവ്യൂവിനകത്ത് നമ്മൾ കോപ്പി വെച്ച സർട്ടിഫിക്കറ്റിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ഒറിജിനൽ കൃത്യമായിട്ട് പരിശോധിക്കും. അതിനകത്ത് എന്തെങ്കിലും തിരുത്തൽ വരുത്തിയുള്ളതാണോ അല്ലെങ്കിൽ വ്യാജമാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ പരിശോധിക്കും. ആ ഘട്ടത്തിൽ പരിശോധനയിൽ അത് വ്യാജമാണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നിയമ നടപടികളും അതേപോലെ നിങ്ങളുടെ ആ ഒരു റിസർവേഷൻ തള്ളിപ്പോവുകയും ചെയ്യും. ഇൻ്റർവ്യൂവിൽ അടുത്ത ഘട്ടമായിട്ട് വരുന്നതാണ് കോളേജ് സെലക്ഷൻ. എങ്ങനെയാണ് കോളേജുകൾ സെലക്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്. നമ്മുടെ ഇൻ്റർവ്യൂവിനകത്ത് നമ്മൾ ഓൾറെഡി കൊടുത്ത ആ ഒരു ഫോം അവരുടെ കയ്യിലുണ്ടാവും. അതിനകത്ത് നമ്മൾ ഓൾറെഡി 5 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 കോളേജുകളുടെ പേര് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും. പ്രയോറിറ്റി വൈസ് ആയിരിക്കും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവുക. അതിനകത്ത് ആ കോളേജുകളിൽ ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടും. ഇൻ കേസ് നിങ്ങൾ പ്രയോറിറ്റി വൈസ് എഴുതി വെച്ച ഒരു കോളേജിലും ഒഴിവില്ല എങ്കിൽ അവർ ബാക്കിയുള്ള ഒഴിവുള്ള കോളേജുകളുടെ പേര് പറയും. ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യേണ്ടി വരും. നമ്മൾ പ്രയോറിറ്റി വൈസ് എഴുതിയ കോളേജിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നില്ല. ആദ്യത്തെ റാങ്ക് കിട്ടുന്ന കുട്ടികൾക്ക് അവരിഷ്ടപ്പെടുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാറുണ്ട്. എന്നാൽ റാങ്കുകൾ കുറയുന്നതനുസരിച്ചിട്ട് അവർ ഇഷ്ടപ്പെടുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്നില്ല. ആ സമയത്ത് നമ്മൾ അവർ പറയുന്ന കോളേജിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതിനകത്ത് നല്ല കോളേജുകൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീടും നമ്മുടെ സെൽഫ് ഫിനാൻസ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്നും എത്ര ദൂരമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ കോളേജുകളിൽ ഏതൊക്കെയാണ് നല്ല മികച്ച കോളേജുകൾ എന്നുള്ളൊരു കൃത്യമായ ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. നമുക്കിപ്പോൾ 5 കോളേജ് പറയുന്നത് ഏതാണ് വേണ്ടതെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ
അവർ ചോദിക്കും ഇവിടെ മതിയോ എന്ന് ചോദിക്കും. ആ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടും. പക്ഷേ ചിലപ്പോൾ നമ്മൾ വീടിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും, പോയി വരാൻ കഴിയാത്ത അത്രയും ദൂരെയായിരിക്കാം, ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ കോളേജായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായൊരു ധാരണ എല്ലാ കോളേജുകളെ പറ്റിയും അതേപോലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കോളേജുകളിലേക്ക് ദൂരത്തെ പറ്റിയും കൃത്യമായൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് കോളേജുകളിലെ അതേപോലെ എയ്ഡഡ് കോളേജുകളിലെ പ്രിൻസിപ്പാൾമാർ നിങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിനകത്ത് ചോദിക്കാം. ചില കുട്ടികൾ ദൂരെ നിന്ന് വരുന്ന സമയത്ത് ഏത് കോളേജിലാണ് ഹോസ്റ്റൽ സൗകര്യമുള്ളതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ സംശയം ഉണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിനകത്ത് നിങ്ങൾക്ക് ചോദിക്കും, സാറേ ഞാനിങ്ങനെ ദൂരെ നിന്ന് വരുന്നതാണ്, എനിക്ക് ഹോസ്റ്റൽ സൗകര്യമുള്ള കോളേജാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഈ ഒരു 2-3 കോളേജിൽ ഹോസ്റ്റൽ സൗകര്യമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് സെലക്ട് ചെയ്യാം എന്നുള്ളത് അവർ പറയും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് കോളേജാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത കോളേജിൽ അന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കാൻ പറയും. അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കയ്യിൽ വേണം. ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ എല്ലാം അവർ കോളേജിൽ വാങ്ങിച്ച് വയ്ക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലായിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ ഫീസ് നമ്മൾ കൃത്യമായിട്ട് കയ്യിൽ കരുതണം. എത്രയാണ് ഫീസ് എന്നുള്ളതൊക്കെ നമ്മൾ ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇൻ്റർവ്യൂ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത കോളേജിനകത്ത് നമ്മൾ നേരിട്ടെത്തി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നൽകി അഡ്മിഷൻ ഫീസും മറ്റ് ഫീസുകളും അടച്ചതിന് ശേഷം നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. അതിനുശേഷം എപ്പോഴാണ് ക്ലാസ് തുടങ്ങുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവരുടെ കോളേജിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്നതാണ്. ഒന്നുകില്ലെങ്കിൽ നിങ്ങളെ ആ ഒരു സമയത്ത് തന്നെ അറിയിക്കും, അല്ലെങ്കിൽ പിന്നീട് ഫോണിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയോ അറിയിക്കും. കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഏതെങ്കിലും അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാവരും ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഡോക്ടറായിരിക്കണം, അതേപോലെ ഗവൺമെൻറ് ഡോക്ടറായിരിക്കണം. ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ കോളേജിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് അഡ്മിഷനും അതേപോലെ അഡ്മിഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അഡ്മിഷൻ റിജക്റ്റ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുന്നത് സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കാരണങ്ങളുണ്ട്, അതിനെപ്പറ്റിയാണ്. നിങ്ങൾ അപേക്ഷ അയച്ച സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് വരുത്തിയോ എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് വിലയിരുത്തുക. ആദ്യം പറയുന്നത് ഗവൺമെൻറ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗവൺമെൻറ് ഫോമിനകത്ത് 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചില്ലെങ്കിൽ അപേക്ഷ തള്ളും. അത് കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ അപേക്ഷയുടെ കൂടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അതിൻ്റെ കൂടെ വെച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ തള്ളാറുണ്ട്. ചിലർ സ്വന്തം ജില്ലയിലേക്ക് അപേക്ഷിക്കാതെ മറ്റ് ജില്ലകളിലേക്ക് അപേക്ഷിക്കാറുണ്ട്. ആ സമയത്ത് അപേക്ഷ അയക്കേണ്ടത് നമ്മൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ അയക്കുന്നത് ആ ജില്ലയുടെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിലേക്കാണ്. ഇൻ കേസ് നമ്മൾ കോഴിക്കോടുള്ള ഒരാളാണെങ്കിൽ അയാൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എറണാകുളം ജില്ലയിലേക്കാണെങ്കിൽ അയാൾ അപേക്ഷ അയക്കേണ്ടത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എറണാകുളം എന്നുള്ള അഡ്രസ്സിലാണ്. എന്നാൽ ചില ആളുകൾ കൃത്യമായിട്ട് അത് പൂരിപ്പിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ നമ്മുടെ സ്വന്തം ജില്ലയിലെ ആ ഒരു DDO ഓഫീസിലേക്ക് തന്നെ അയക്കും. ഇങ്ങനെ വരുന്ന അപേക്ഷകൾ കൃത്യമായിട്ട് അവർ തള്ളാറുണ്ട്. അതേപോലെ ലാംഗ്വേജ് DLEDൻ്റെ അപേക്ഷ ഓരോ ജില്ലയുടെയും DDO ഓഫീസിലേക്ക് അയക്കാറുണ്ട്. അങ്ങനെ വരുന്ന അപേക്ഷയും കൃത്യമായിട്ട് തള്ളിപ്പോവാറുണ്ട്. അതേപോലെ വൈകി വരുന്ന അപേക്ഷകൾ 11-ാം തീയതി 5 മണിയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 11-ാം തീയതി 5 മണിക്കുള്ളിൽ വരുന്ന അപേക്ഷകളാണ് സ്വീകരിക്കാറുള്ളത്. അതിനുശേഷം വരുന്ന അപേക്ഷകളും തള്ളിപ്പോവാറുണ്ട്. അത് അവർ സ്വീകരിക്കാറില്ല, അവർ തിരിച്ചയക്കുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള കേസുകളിലാണ് അപേക്ഷ തള്ളിപ്പോവാറുള്ളത്. ഇനി സെൽഫ് ഫിനാൻസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 100 രൂപയുടെ DD അത് കൃത്യമായിട്ട് വെച്ചില്ലെങ്കിൽ അപേക്ഷ തള്ളാറുണ്ട്. അതേപോലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ പ്ലസ് നിങ്ങളുടെ ജില്ല, അപേക്ഷ കൊടുക്കുന്ന ജില്ല അത് വെച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ തള്ളിപ്പോകാറുണ്ട്. ചിലർ AUൻ്റെ പേരിലെടുക്കും, ചിലർ DOൻ്റെ പേരിലെടുക്കും, ചില സബ് ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള അപേക്ഷകളൊക്കെ തള്ളിപ്പോവും. അതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള പേരിലാണ് DD എടുക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് അതിനകത്ത് നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. പിന്നെ അപ്ലിക്കേഷൻ തള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഗവൺമെൻറ് അപേക്ഷയുടെ കൂടെ പറഞ്ഞ കാരണങ്ങളാണ്. വേറെ മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നും അപേക്ഷ പൊതുവേ അങ്ങനെ തള്ളാറില്ല. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് DLEDൻ്റെ ഫീസ് സ്ട്രക്ചറാണ്. സെൽഫ് ഫിനാൻസിൻ്റെയും അതേപോലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെയും ഫീസ് സ്ട്രക്ചറാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ തുകയാണ് ഗവൺമെൻറ്റിലേക്ക് വരുന്നത്. ഗവൺമെൻറ്റിലേക്ക് 2 വർഷത്തേക്ക്
ഏകദേശം 10,000 രൂപയിൽ താഴെ ഫീസും മറ്റ് ചിലവുകളുമായിട്ട് വരാറുള്ളൂ. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് PTA ഫണ്ട്, യൂണിഫോം എല്ലാം അടക്കം 5,000 രൂപയുടെ അടുത്താണ് വരാറുള്ളത്. മറ്റ് ചിലവുകളെല്ലാം കൂടെ 2 വർഷത്തേക്ക് 10,000 രൂപയിൽ താഴെ ചിലവ് വരാറുള്ളൂ. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള 2 വർഷത്തെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 2 വർഷത്തേക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് ഫീസായി വരുന്നത് 60,000 രൂപയാണ്. സെമസ്റ്റർ വൈസോ അല്ലെങ്കിൽ ഇയർ വൈസോ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് 15,000 രൂപ വെച്ച് നിങ്ങൾക്ക് 4 സെമസ്റ്ററായിട്ട് 60,000 രൂപ അടച്ചു തീർക്കാം. അല്ലെങ്കിൽ ഇയർ വൈസായി ഒരു വർഷം 30,000 രൂപ, അടുത്ത വർഷം 30,000 രൂപ എന്നുള്ള രീതിയിൽ 60,000 രൂപ നിങ്ങൾക്ക് അടച്ചു തീർക്കാം. ഇതുകൂടാതെ നിങ്ങൾ യൂണിഫോമിൻ്റെ ചാർജ്, അതേപോലെ അഡ്മിഷൻ ഫീസ്, PTA ഫണ്ട് എന്നിവ നൽകേണ്ടി വരും. അത് ഓരോ കോളേജിലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് 2,000 രൂപ മുതൽ 5,000 രൂപ വരെ ഈ ഒരു ചാർജായിട്ട് ഈടാക്കാറുണ്ട്. ഈ ഒരു ഫീസ് അല്ലാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് ടൂറ്, ക്യാമ്പ് തുടങ്ങിയവയുടെ ഫീസാണ്. അല്ലാതെ മറ്റ് ഫീസുകളൊന്നും ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിനകത്ത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടി നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചില കോളേജുകൾ അവിടെയുള്ള കമ്പ്യൂട്ടർ കോഴ്സ് നിർബന്ധമായും പഠിക്കണമെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ യാതൊരുവിധ നിബന്ധനയുമില്ല. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന DLED-നാണ്. നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതും DLED-നാണ്, ഗവൺമെൻറ് സീറ്റാണ്. അതുകൊണ്ട് മറ്റു കോഴ്സുകൾ പഠിക്കണമെന്ന് നിർബന്ധം പറയാൻ അവിടുത്തെ മാനേജ്മെൻറ്റിന് അവകാശമില്ല. അത് കൃത്യമായിട്ട് ഓർക്കുക. ചില കോളേജിന് കഴിഞ്ഞ വർഷങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതും കൂടെ പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെന്നുള്ള യാതൊരുവിധ നിബന്ധനയും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നില്ല. മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ കേസാകുന്ന സമയത്ത് ഇങ്ങനെ നിർബന്ധം പറയാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് സീറ്റാകുന്നത് കൊണ്ട് തന്നെ അത് പഠിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ ഒരു കോഴ്സ് പഠിച്ചാൽ മാത്രമേ അവർ അഡ്മിഷൻ അവിടെ തരുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ആ കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയറുകളൊക്കെ അവരിപ്പോൾ ചെയ്ത് തുടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്ലിക്കൻ്റ് ലിസ്റ്റ് വരാൻ എന്തായാലും ഒരാഴ്ചയുടെ മേളിൽ സമയമെടുക്കും. അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച മുതൽ നിങ്ങൾ DDO ഓഫീസുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതിയാവും. നിങ്ങൾ ഏത് ജില്ലയിലാണോ അപേക്ഷ കൊടുത്ത് ആ ജില്ലയുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക്, ആ നമ്പർ ഗൂഗിളിലുണ്ട്, അതിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. അവർ കൃത്യമായിട്ട് അതിനുള്ള മറുപടികൾ നൽകും. അതേപോലെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടുന്നുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാം. അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാലും അതേപോലെ മറ്റു കാര്യങ്ങളും അതിനകത്ത് ഗ്രൂപ്പിനകത്തും കൂടെ അറിയിക്കും. മറ്റു വിവരങ്ങൾ നമ്മൾ ചാനലിലൂടെയും അറിയിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൃത്യമായിട്ട് മറുപടി നൽകുന്നതാണ്. അതേപോലെ DLED-യുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.